ഒരു ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ് രംഗം. വീൽ ചെയറിൽ വന്ന അവൾക്ക് ഈശോയെ നൽകാൻ വൈദികൻ ഇറങ്ങി വന്നു, പക്ഷെ നൽകിയില്ല. അല്പം നീങ്ങി നിന്ന് ഈശോയെ സ്വീകരിക്കാൻ പറയുന്നു. അവൾ തന്റെ വീൽ ചെയർ നീക്കിയപ്പോൾ വൈദികൻ പടികളിൽ കയറി നിന്ന് ഈശോയെ സ്വീകരിക്കാൻ പറഞ്ഞു. കണ്ടവരെല്ലാം അച്ഛനെ നേരെ പെറുവിറുത്തു, ശബ്ദമുയർത്തി. എന്നാൽ വീൽ ചെയറിൽ നിന്ന് അരയ്ക്ക് കീഴെ തളർന്ന അവൾ ഈശോയെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിന്നു. കണ്ണീരോടെ ആമേൻ എന്ന് പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ ആണ്. യേശുവിനെ കുറിച്ച് കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു സുഖം പ്രാപിച്ചു. മുന്നിൽ എത്ര തടസ്സങ്ങളാണെന്നോ. ജനക്കൂട്ടം, തന്റെ അസുഖം, അശുദ്ധി ഒന്നും ആ രക്തസ്രാവക്കാരിയെ അലട്ടിയില്ല എന്നുള്ളതാണ്. തളർവാദ രോഗിയാണ്, ആളുകൾ തനിക്കായി സ്വരമുയർത്തുന്നുണ്ട്. പക്ഷേ ഒന്നും അവളെയും അലട്ടിയില്ല. കാരണം അവരെല്ലാം വിശ്വസിച്ചത് യേശുവിന് സൗഖ്യം നൽകാൻ സാധിക്കുമെന്നതാണ്. വിശ്വാസം അത്രമേൽ ഉയർന്നതെങ്കിൽ എൻ്റെ മുന്നിലെ പ്രതിബന്ധങ്ങൾ തടസ്സമേയല്ല. എൻ്റെ ഈശോയെ, അങ്ങയിലേക്ക് അടുക്കുവാനുള്ള എൻ്റെ പ്രതിബന്ധങ്ങളെ തകർക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.